ഇന്ന് നമുക്ക് 2024 റിലീസായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഇടിയൻ ചന്തു എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തല്ലുകൂടുകയാണ്. അത് കണ്ടുകൊണ്ടുവന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരനായ ചന്തു ആണെങ്കിൽ ആ പയ്യനിട്ട് രണ്ട് കൊടുത്തു. തല്ലുകൊണ്ട് കിടക്കുന്ന അവനെ അവന്റെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി. ചന്തുവിനെ പറ്റി പരാതി കൊടുക്കുവാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. കാരണം എന്തെന്നാൽ ചന്തുവിന്റെ അച്ഛൻ പേര് കേട്ടൊരു പോലീസുകാരനാണ്, ഇടിയൻ ചന്ദ്രൻ. ചന്ദ്രനെ എല്ലാവർക്കും പേടിയാണ്. ചന്ദ്രന്റെ സ്വഭാവം കാരണം ഒരുപാട് ശത്രുക്കൾ ചന്ദ്രനുണ്ട്. മാത്രവുമല്ല, ഗർഭിണിയായിരുന്ന ചന്തുവിന്റെ അമ്മയെ തല്ലിയത് കാരണം വയറ്റിൽ കിടന്ന കുഞ്ഞും മരണപ്പെട്ടു. അമ്മയെ തല്ലുന്നത് കണ്ടു നിന്നതുകൊണ്ട് സഹായത്തിന് വന്ന സ്ത്രീയാണെങ്കിൽ അവനെ ഒരുപാട് വഴക്ക് പറയും. അമ്മയെ തല്ലുന്നത് കണ്ടുകൊണ്ട് നിന്നിരിക്കുന്നു, ആണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നൊക്കെ അവനെ പറയും. ചന്തുവിന് അച്ഛനോട് വാശിയായി. അച്ഛനെ പോലെ തന്നെ ചന്തുവും ചെറിയ കാര്യത്തിനും തല്ലുകൂടും. പക്ഷെ ചന്തു തല്ലുകൂടുന്നതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഹൈസ്കൂളുകാരനായ ചന്തു അടിപിടി കേസിൽപ്പെട്ട് അതും കൂടെയുള്ള പിള്ളേരെ തല്ലിയത് കാരണം സ്കൂളിൽ നിന്നും പറഞ്ഞുവിടും. ഇത് മാത്രമല്ലല്ലോ സ്കൂൾ എന്ന് പറഞ്ഞ് ചന്ദ്രനാണ് ചന്തുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നതും. വരുന്ന വഴിയിൽ നല്ല മഴ പെയ്യും. മഴ കാരണം ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന ചന്ദ്രനാണെങ്കിലോ, വീട്ടിലെത്തട്ടെ, നിന്റെ അമ്മയ്ക്ക് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്, അവളെ ഞാനിന്ന് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ചന്ദ്രന്റെ ശത്രുക്കൾ അവിടെ വന്നു. ചന്ദ്രനെ വെട്ടുകയും ചെയ്തു. അത് കണ്ട് കണ്ണടച്ച് നിൽക്കുകയാണ് ചന്തു. കാരണം അച്ഛനോട് ദേഷ്യമുണ്ടായിരുന്നു അവന്. അതുകൊണ്ട് അച്ഛനെ അവൻ രക്ഷിച്ചില്ല. ചന്ദ്രനാണെങ്കിൽ മരണപ്പെട്ടു. ചന്ദ്രൻ കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഭാര്യയായി ഇന്ദുവിനടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കും. ഞാൻ ഉടനെ തന്നെ കാശ് തരുമെന്ന് ഇന്ദു പറയും. എന്നിട്ട് വീട്ടിലെ ഊണ് എന്ന് ബോർഡും വെച്ച് ബിസിനസ്സും ആരംഭിച്ചു. തന്റെ അമ്മയോട് മോശമായി സംസാരിച്ച ആളിനെ മരണാനന്തര ചടങ്ങ് നടക്കുന്നത് പോലും നോക്കാതെ ചന്തു തല്ലുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ബിസിനസ്സൊക്കെ നന്നായി മുന്നോട്ട് പോകവേ ഒരിക്കൽ 2 പോലീസുകാർ വീട്ടിലേക്ക് വന്നു. ചന്ദ്രൻ മരിച്ചതിനാൽ ആ ജോലി ഇന്ദുവിന് നൽകാനുള്ള ഓർഡർ കൊടുക്കാനാണ് വന്നത്. പക്ഷേ ഇന്ദുവിന് പോലീസ് ജോലിയോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. കാരണം ചന്ദ്രൻ അങ്ങനെ ഒരു പോലീസുകാരനായിരുന്നല്ലോ. അതേ സമയമായിരുന്നു ചന്തു ഒരു പയ്യനുമായി അടികൂടിയതിനാൽ നാട്ടുകാർ ചന്തുവിനെ പിടിച്ചുകെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നതും. അത് കണ്ട ഇന്ദു ആണെങ്കിൽ പോലീസുകാരോട് ആ ജോലി ചന്തുവിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ ചന്തുവിന് അതിനുള്ള പ്രായവുമില്ല, +2 പാസ്സാകണം. ചന്തുവിന് പോലീസാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് അവനും പറഞ്ഞു. ഇതിനാൽ ഈ തല്ലൊക്കെ നിർത്തി നന്നായി പഠിച്ച് +2 പാസ്സാകാനായും പോലീസുകാർ പറഞ്ഞു. അങ്ങനെ കാലം കടന്നുപോയി. ചന്തു +2വിലായി. പക്ഷേ അപ്പോഴും അവൻ പാസ്സായില്ല. 22 വയസ്സായിട്ടും +2വിൽ തന്നെയാണവൻ. എന്നും അടിപിടി കേസ്. ഒടുവിൽ പോലീസ് സ്റ്റേഷൻ വരെ എത്തി. ചന്തുവിനെ എങ്ങനെയും പോലീസാക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം. ഒടുവിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയും, നീ ഇങ്ങനെ ആയാൽ നിനക്ക് അമ്മ കൂടി ഇല്ലാതാകും. ആദ്യ കേറിയാകും ഇവൾ ചത്തുപോകുന്നത്. നീ നന്നായി പഠിക്കേ, ഇവൻ ഇവിടെ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനും പറഞ്ഞു. ഒടുവിൽ ഇന്ദുവിന്റെ തറവാടുള്ള കോതമംഗലത്തേക്ക് അയക്കുവാനായും തീരുമാനിച്ചു. അവിടെ പുതിയ സ്കൂളിൽ ചേർക്കുകയാണ്. അവിടെ ചന്തുവിന്റെ അമ്മാവനും അമ്മായിയുമുണ്ട്. ഇത്തവണ +2 പാസ്സാകണമെന്ന് പറഞ്ഞാണ് അവനെ കോതമംഗലത്തേക്ക് അയച്ചതും. എന്നാൽ മറ്റൊരു വശത്ത് കോതമംഗലത്തെ കേന്ദ്രീകരിച്ച് ഒരു ഡ്രഗ്സ് വ്യാപാര സംഘം ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളേരാണ്. അങ്ങനെ ചന്തുവുമായി തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഇന്ദു. ചന്തു വരുന്ന വിവരമറിഞ്ഞ് സഹോദരന്റെ ഭാര്യയാണെങ്കിൽ ചന്തുവിനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതെല്ലാം ചന്തുവും അമ്മ ഇന്ദുവും കേട്ടു. ഇന്ദുവിന് ഒരുപാട് വിഷമമായി. അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് സഹോദരൻ പറയുന്നുമുണ്ട്. ഒട്ടും സമാധാനമില്ലാതെയാണ് ഇന്ദു വീട്ടിലേക്ക് പോയതും. അടുത്ത ദിവസം മുതൽ അമ്മായിയുടെ കുത്തുവാക്കുകൾ ചന്തു കേൾക്കുന്നുണ്ട്. അവരുടെ 2 മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് ചന്തുവും പോകുന്നത്. പക്ഷേ അമ്മാവന്റെ 2 മക്കൾക്കും ചന്തുവിനെ ഇഷ്ടമല്ല. ഞങ്ങളോടൊപ്പം വരരുത്, ഞങ്ങളുടെ ബന്ധുവാണെന്ന് സ്കൂളിലുള്ള ആരോടും പറയരുതെന്ന് പ്രത്യേകം ആ 2 പിള്ളേരും പറഞ്ഞു. എല്ലാം സഹിച്ചു നിൽക്കുകയാണ് ചന്തു, അതും അവന്റെ അമ്മയ്ക്ക് വേണ്ടി. സ്കൂളിലെത്തിയ ചന്തുവിനോട് പ്രിൻസിപ്പാൾ അച്ഛൻ പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ടീസ് തന്നൊന്നും വിടില്ല, ദേ ഈ മൂലയിൽ നിർത്തി ഇടിച്ച് പരിപ്പിളക്കുമെന്ന് പറഞ്ഞ് അതിനുള്ള സമ്മതപത്രവും ഒപ്പിട്ട് വാങ്ങി. പ്യൂൺ വഴി അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ് ചന്തു. നാട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടാക്കി നടന്ന അച്ഛനെ വീട്ടുകാർ പള്ളിയിലാക്കി. അച്ഛനാള് പുലിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പ്യൂൺ ചന്തുവിനോട് പറയുന്നതും. എന്നാൽ ചന്തു ആണെങ്കിലോ അമ്മയ്ക്ക് വേണ്ടി അടങ്ങി ഒതുങ്ങി പഠിക്കുവാനായും തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലാസ്സിൽ അവന് ബാക്ക് ബെഞ്ചിൽ കുറച്ച് കൂട്ടും കിട്ടും. ആ സ്കൂളിലെ നേതാവായിരുന്നു ടീന. കരാട്ടെയൊക്കെ അവൾക്കറിയാം. അച്ഛൻ കരാട്ടെ മാസ്റ്ററാണ്. പിള്ളേർക്കൊക്കെ അവളെ പേടിയാണ്. ചന്തു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ അമ്മാവന്റെ പൈനാപ്പിൾ ഫാക്ടറിയിലേക്ക് എത്തും. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകവേ
ഒരിക്കൽ സ്കൂളിലെ സ്നേഹ ടീച്ചറാണെങ്കിൽ ചന്തുവിനെ കണ്ടതും അവൻ കഞ്ചാവ് ഉപയോഗിച്ചോ എന്ന സംശയത്തിൽ അവനെ ഒന്ന് പരിശോധിക്കും. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. ആ ദേഷ്യത്തിൽ ചന്തുവിനെ കൊണ്ടുപോയി ആനുവൽ ഡേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ജ്യൂസ് കൊടുക്കുവാനായും പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് ടീനയെ കാണുന്നു. എന്നാൽ ടീനയാണെങ്കിൽ ചന്തുവിനെ കണ്ടതും, ഡാ ചന്തു, നിനക്കെന്നെ അറിയുമോ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ബാത്റൂമിൽ വെച്ച് സംഭവിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് തല്ലുവാനായും പോകുന്നു. ചന്തു ആ അടിയെല്ലാം തടഞ്ഞു. പിള്ളേരാണെങ്കിൽ ടീനയെ പിടിച്ചു മാറ്റുകയും ചെയ്തു. പ്രശ്നം എന്തെന്നാൽ ടീനയ്ക്കൊരു സഹോദരനുണ്ട്, തൊമ്മി. തൊമ്മി ഒരു വയ്യാത്ത കുട്ടിയാണ്. ഒരിക്കൽ ബാത്റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങി വന്ന തൊമ്മിയുടെ പാന്റിലാണെങ്കിലോ രക്തമായിരുന്നു. കൂടെ ഇറങ്ങി വന്ന ചന്തുവിനെ കണ്ട് എല്ലാവരും ഇവനാ തല്ലിയതെന്ന് പ്രശ്നമാക്കി. അതോടെ ടീനയ്ക്കും ചന്തുവിനോട് ദേഷ്യമായി. അതായിരുന്നു യഥാർത്ഥ പ്രശ്നം. എന്നാൽ ഒരു ദിവസം സ്കൂളിൽ വന്ന തൊമ്മിയാണെങ്കിൽ ചന്തുവിനെ കണ്ടതോടെ അവനോട് പോയി സ്നേഹത്തോട് സംസാരിക്കുന്നത് ടീന കാണുന്നു. എന്തിനാ തൊമ്മി നീ അവനോട് സംസാരിക്കാൻ പോയത്? കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ? അതോ വേറെന്തെങ്കിലും കാര്യമാണോ? നീ എന്നോടത് പറഞ്ഞിട്ടില്ല എന്ന് ടീന ചോദിച്ചു. അത് കേട്ടതും തൊമ്മി പറയും, ചന്തു ഒരു പാവമാ. അന്ന് ബാത്റൂമിൽ വെച്ചേ എന്റെ പാന്റിന്റെ സിബ് കുടുങ്ങിയപ്പോൾ ചന്തുവാണ് എന്നെ രക്ഷിച്ച. ചന്തു പാവമാണ്. നാണക്കേട് കാരണമാ ഞാനത് ആരോടും പറയാത്തതെന്ന് തൊമ്മി പറയും. അത് കേട്ടതും ടീനയ്ക്കാണെങ്കിൽ ദേഷ്യവും വരുന്നു, ചന്തുവിനോട് പാവവും തോന്നി. എന്നാൽ അടുത്ത ദിവസം സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. സ്നേഹ ടീച്ചറിന്റെ ഭർത്താവും കൂട്ടുകാരൻ മുരുകനും സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. ടീച്ചറിനെ തല്ലുകയും ടീച്ചറിന്റെ കയ്യിൽ നിന്നും ഒരു ചാവി പിടിച്ചു വാങ്ങുവാനായും നോക്കുകയാണ്. ടീച്ചറിനെ തല്ലി വലിച്ചിഴയ്ക്കുന്നു. അത് കണ്ട ചന്തുവിന് അച്ഛനമ്മയെ തല്ലുന്നതൊക്കെ ഓർമ്മ വന്നു. ഉടനെ തന്നെ ചന്തു ടീച്ചറിന്റെ ഭർത്താവിനെ തല്ലി. കൂടെ വന്ന മുരുകനെയും എടുത്ത് കിണറ്റിലുമിട്ടു. കുട്ടികളുടെ മുന്നിൽ ചന്തു സ്റ്റാറായി. എന്നാൽ മുരുകന്റെ മനസ്സിൽ അതൊരു വൈരാഗ്യമായി. അച്ഛൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയണം, അല്ലാതെ ഇവിടെ തല്ലുകയല്ല വേണ്ടത്. നീ ആയോണ്ടാ ഞാൻ പോലീസിനെ വിളിക്കാത്തത് എന്ന് പറഞ്ഞ് ചന്തുവിനെ 2 ദിവസത്തേക്ക് വീട്ടിലേക്കും പറഞ്ഞു വിട്ടു. ചന്തു വീട്ടിൽ വരുന്നത് പ്രശ്നമുണ്ടാക്കിയിട്ടല്ല എന്ന് അച്ഛൻ ഇന്ദുവിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇന്ദുവിന് സമാധാനവുമായതും. പക്ഷേ ചന്തു തല്ലിയത് ആ മയക്കുമരുന്ന് ടീമിലുള്ളവരെയായിരുന്നു. സ്നേഹയുടെ ഭർത്താവാണ് കാറിൽ കഞ്ചാവ് കടത്താനായി നോക്കിയത്. അപ്പോൾ ആ ചാവിയാണ് സ്നേഹ കൈക്കലാക്കിയതും. അവർ ഡിവോഴ്സ് ആകാനായി നിൽക്കുകയാണ്. പക്ഷേ ചന്തു തല്ലിയത് ആ മയക്കുമരുന്ന് ടീമിലുള്ളവരെയായിരുന്നു. സ്നേഹയുടെ ഭർത്താവ് കാറിൽ കഞ്ചാവ് കടത്താൻ നോക്കിയപ്പോൾ ആ ചാവിയാണ് സ്നേഹ കൈക്കലാക്കിയത്. അവർ ഡിവോഴ്സ് ആകാനായും ശ്രമിക്കുകയായിരുന്നു. മാത്രവുമല്ല, ആ മുരുകൻ കഞ്ചാവ് ടീമിന്റെ ഹെഡായ സ്ത്രീയുടെ സഹോദരനുമാണ്. മുരുകൻ എങ്ങനെയെങ്കിലും ചന്തുവിനെ കൊല്ലണമെന്ന വാശിയാണ്. മറ്റൊരു വശത്ത് തന്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കിയ ടീനയാണെങ്കിൽ ചന്തുവിനോട് ഒന്ന് മാപ്പ് പറയും. ടീനയ്ക്ക് ചന്തുവിനോട് സ്നേഹമൊക്കെ തോന്നും. എന്നാൽ ഒരു ദിവസം ചന്തുവിനെ തിരക്കി മുരുകനും കൂട്ടരും വീട്ടിലെത്തി. അവന്റെ അമ്മായിയാണെങ്കിൽ ചന്തുവിനെ റൂമിലിട്ട് പൂട്ടിയിട്ട് മുരുകനോട്, ഇവിടെ ചന്തു ഒന്നുമില്ല, ഇത് ചന്തുവിന്റെ വീടല്ല എന്ന് പറഞ്ഞ് കഥ കടയ്ക്കും. അതേസമയം വീട്ടിലെത്തിയ അമ്മാവനെ തല്ലുവാനായി പോകുന്ന മുരുകന്റെ ടീമിനെ അമ്മാവനും തിരിച്ചു തല്ലുകയാണ്. കൂടെ അമ്മാവന്റെ ഗ്യാങ്ങും ചേരുന്നു. അങ്ങനെ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. എന്നാൽ വലിയ ഫൈറ്റ് നടക്കവേ അമ്മാവനക്ക് തോക്കുമെന്നായി. അവനായി ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, അവൻ തന്നെ തീർക്കട്ടെ എന്ന് അമ്മായി പറഞ്ഞ് ചന്തുവിനെ ഇറക്കി വിടാനായി നോക്കിയപ്പോഴേക്കും ചന്തു ഓട് പൊളിച്ച് പുറത്തിറങ്ങിയിരുന്നു. ഒരു വലിയ ഫൈറ്റ് നടക്കും. അപ്പോഴേക്കും പോലീസ് വന്ന് മുരുകനെയും ടീമിനെയും കൊണ്ടുപോയി. അതേ സമയമായിരുന്നു ഇന്ദുവും ചന്തുവിന്റെ കളിക്കൂട്ടുകാരിയെ ദുർഗയും പളനിക്ക് പോയിട്ട് വന്നതും. അമ്മായി ചന്തുവിനെ പറ്റി ഇന്ദുവിനോട് പറഞ്ഞു കൊടുത്തു. ദേഷ്യം വന്ന ഇന്ദുവാണെങ്കിൽ ചന്തുവിനെ തല്ലിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അമ്മാവന്റെ 2 പെൺമക്കൾക്കും സ്കൂളിലെ പിള്ളേർക്കുമെല്ലാം ഇപ്പോൾ ചന്തുവിന് നല്ല കാര്യമാണ്. ചന്തുവും ടീനയും തമ്മിൽ പ്രണയത്തിലുമായി. ദുർഗയാണെങ്കിലോ അമ്മയുടെയും ചന്തുവിന്റെയും പിണക്കം മാറ്റുവാനായിട്ട് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ടീനയുമായി പ്രണയത്തിലാണെന്ന് ദുർഗ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്കാണെങ്കിൽ സന്തോഷമായി. കാരണം ചന്തു ആണെങ്കിൽ ഒരു ദേഷ്യക്കാരനായിരുന്നു. ഇനിയെങ്കിലും ചന്തുവിന്റെ സ്വഭാവം മാറുമെന്നാണ് അമ്മയുടെ പ്രതീക്ഷ. അന്ന് തിരികെ വരുന്ന വഴിയിൽ ടീനയുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുകയാണ്. ദുർഗയാണെങ്കിൽ നമുക്ക് രാത്രി ടീനയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ രാത്രി രണ്ടാളും ടീനയുടെ വീട്ടിലേക്ക് പോയി. ടീനയും തൊമ്മിയും ദുർഗയും ചന്തുവും ചേർന്ന് ബർത്ത്ഡേ അടിപൊളിയായി ആഘോഷിച്ചു. ബിയറൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് മയങ്ങി. രാവിലെ ആയപ്പോഴേക്കും ടീനയുടെ അച്ഛനാണെങ്കിലോ വാതിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ചന്തുവും ടീനയും ഒക്കെ ഒരു ബെഡിൽ കിടക്കുന്നത് കണ്ടത്. അത് കണ്ട് അച്ഛന് ദേഷ്യം വന്നു. അതേസമയം ദുർഗ ബാത്റൂമിലുമായിരുന്നു. ചന്തുവിനെ അച്ഛൻ തല്ലിയ സമയത്ത് ടീനയാണെങ്കിൽ അച്ഛ ചന്തു പാവമാ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തൊമ്മിയാണെങ്കിൽ ഒരു തോക്കുമായി പുറത്തേക്ക് വന്നിട്ട് അച്ഛനോട് പറയും, വിടടാ ചന്തു പാവമാ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും ഒന്ന് മാറുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയും, ചന്തു ഒരു പാവമാ, ചന്തു ഒരു പാവമാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു.
അച്ഛനാണെങ്കിൽ അത് കേട്ടതും ഒന്നും മിണ്ടില്ല. എന്നിട്ട് ചന്തുവിനോട് പറയും, ഇവൻ പറയുന്നതാ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ കാര്യം, ഇവൻ പറയുന്നതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ടീനയുടെയും ചന്തുവിന്റെയും പ്രണയത്തിൽ ഒരു എസ് വെച്ച മട്ടാണ്. അപ്പോഴേക്കും ദുർഗയും പുറത്തേക്ക് വന്നിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയവർ കല്യാണം ഉറപ്പിച്ചിട്ട് വരുന്ന മട്ട് പോലെയാണ് രണ്ടാൾക്കും. സന്തോഷത്തിൽ രണ്ടാളും തിരികെ പോവുകയാണ്. പോകുന്ന വഴിയിലാണെങ്കിലോ അവരെ ഫോളോ ചെയ്ത് മറ്റൊരു ബൈക്കും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, മുരുകനായിരുന്നു. മുരുകനാണെങ്കിൽ ഒരു വാളെടുത്ത് വീശി. ചന്തുവാണെങ്കിൽ തല കുനിച്ചു. എന്നാൽ പുറകിലിരുന്ന ദുർഗയാണെങ്കിൽ തറയിലേക്കും വീഴുകയാണ്. എന്തെന്നാൽ ആ ഒരു വെട്ടുകൊണ്ടത് ദുർഗയുടെ കഴുത്തിലായിരുന്നു. ദുർഗ മരണപ്പെട്ടു. ദുർഗയുടെ മരണം ചന്തുവിനും ചന്തുവിന്റെ അമ്മയ്ക്കുമൊന്നും താങ്ങാനായി പറ്റിയില്ല. കുട്ടിക്കാലം മുതൽ ചന്തുവിന് എന്തിനുമൊപ്പം കൂടെയുള്ളത് ദുർഗയായിരുന്നു. ദുർഗയുടെ മരണം അവനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റി. എങ്ങനെയും അവരെ കൊല്ലണമെന്ന വാശിയായി ചന്തുവിന്. അങ്ങനെ ചന്തു ദുർഗയുടെ ബൈക്കുമായി സ്കൂളിലേക്ക് വരികയായിരുന്നു. അവനെ ഫോളോ ചെയ്ത് മുരുകനും ഗ്യാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാണുന്ന അച്ഛനാണെങ്കിൽ മുകളിൽ നിന്ന് അനൗൺസ് ചെയ്യും, എന്തെന്നാൽ ഇതെന്റെ സ്കൂളാണ്, എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു പോലീസും കടക്കില്ല, അതുകൊണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയും. എന്നാൽ അതൊരു ഭീഷണിയുടെ സ്വരമാണെന്ന് മുരുകനും കൂട്ടർക്കും മനസ്സിലായില്ല. അവർ പോയി ഉടനെ തന്നെ ഗേറ്റ് ലോക്ക് ചെയ്തു. അതേസമയം സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ബാറ്റും സ്റ്റമ്പുമായൊക്കെ പുറത്തേക്കെടുത്ത് ചാടി. എന്നിട്ട് മുരുകനെയും ഗ്യാങ്ങിനെയും ഒക്കെ പഞ്ഞിക്കിട്ടു. എല്ലാവരെയും എടുത്ത് ഗേറ്റിന്റെ പുറത്തേക്ക് എറിഞ്ഞു. മുരുകനൊക്കെ കഞ്ചാവ് ടീംസ് ആയതിനാൽ സ്കൂളിലുള്ള പിള്ളേർ അവരുടെ ടീമിനെയൊക്കെ അടിച്ച് പുറത്താക്കിയത് ന്യൂസിലൊക്കെ വലിയ വാർത്തയായി. ഇതുപോലായിരിക്കണം സ്കൂളിലുള്ളവർ. കഞ്ചാവിനോട് നോ പറയണം, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു കളയണം എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് ചാനലുകളൊക്കെ ആ ഒരു വാർത്ത ആഘോഷമാക്കി. അങ്ങനെ കുറച്ച് ആഴ്ചകൾ കടന്നുപോയി. സ്കൂളിൽ എക്സാം നടക്കുകയാണ്. ചന്തുവിനോട് ഇത്തവണയെങ്കിലും നീ ജയിക്കുമോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ചന്തുവിനാണെങ്കിൽ ഫുൾ കോൺഫിഡൻസ് ആണ്. എന്നാൽ എക്സാം എഴുതിക്കൊണ്ട് നിൽക്കവെ തന്നെ സ്കൂളിന് പുറത്ത് വലിയ ശബ്ദം കേൾക്കുകയാണ്. എന്തെന്നാൽ മുരുകന്റെ ചേച്ചി പ്രശ്നമുണ്ടാക്കാനായി വരുന്നു. എടാ ചന്തു എന്ന് വിളിക്കുന്നതോടുകൂടി സിനിമ അവസാനിക്കുകയാണ്. രണ്ടാം പാർട്ടിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നതും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.